ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സംഭവബഹുലമായ ഒരു ആഴ്ച നമ്മളെ കടന്നുപോയി. അപ്പം മാർക്കറ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുകളിലോട്ടും താഴോട്ടൊക്കെ ഓടിക്കളിച്ചു ഇല്ലേ. അപ്പം വരുന്ന ആഴ്ച ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് RBIയുടെ മോണിറ്ററി പോളിസി വന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസി എന്താണെന്നും എങ്ങനെയാണെന്നും അതെങ്ങനെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നൊക്കെ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ട് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ RBI പറഞ്ഞതെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ സംഭവിക്കുമെന്നൊക്കെ നിങ്ങൾക്കത് കേട്ടാൽ ഒരുപക്ഷെ മനസ്സിലാകും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം മാർക്കറ്റ് ഒരു 250 പോയിൻറ്റോളം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് മൂവ് ചെയ്തു ബേസ്ഡ് ഓൺ RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസിസിൽ. അതായത് 50 ബേസിസ് പോയിൻ്റ് അവർ റിപ്പോ റേറ്റ് കുറച്ചു. 1% CRR ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ അതും കുറച്ചു. അതിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഈ നേട്ടം ഇനി മുകളിലോട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ഈ കാണുന്നത് മാർക്കറ്റ് നമ്മളുടെ മിഡ് ക്യാപ്പിൻ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇങ്ങനൊരു ചാർട്ട് പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സംഭവം ഞാനിവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിപ്പം 2022 ഇങ്ങനൊരു വര വരച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വേണ്ട, ഈ വര വേണ്ട, ഇത് വേണ്ട, ഇവിടെ മതി, ഇത്രയും മതി. ഇത് കൊള്ളാം അല്ലേ? ഈ സംഭവം കൊള്ളാം അല്ലേ? ഈ സംഭവം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ഇത് കൊള്ളാം. ഈ വര ഒറ്റ ലൈനേ ഞാൻ വരച്ചിട്ടുള്ളൂ, ഒറ്റ ലൈൻ. ഈ ഒരൊറ്റ ലൈനകത്തിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി അല്ലേ? ഇതാണ് പ്രൈസ് ആക്ഷൻ പഠിച്ചാലും ചാർട്ട് പഠിച്ചാലും ഉള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇതാണ്. ഒരേ ഒരു വരയെ വരച്ചുള്ളൂ. ആ വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലേ? മാർക്കറ്റ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കിയാൽ മാർക്കറ്റ് ഇത് എത്രയാണ്? 2023 ഇല്ലേ? 2023 ഒരു സപ്പോർട്ട് എടുത്താണ്. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ആടിക്കളിച്ചു. വീണ്ടും ആ പോയിന്റ് സപ്പോർട്ട് എടുത്തു. പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോയി വന്നു. ഇവിടെ വന്ന് വീണ്ടും ഒരു സപ്പോർട്ട്. ഇത് എന്താ ഇലക്ഷൻ ദിവസമാണെന്ന് തോന്നുന്നു. വന്നു. പിന്നെയും മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് പോയെങ്കിലും വീണ്ടും ഈ ലൈനിൽ വന്നു. പിന്നെയും പോയി. പിന്നെ ഇവിടെ വന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്തു അല്ലേ? ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു അല്ലേ? പിന്നെ ആടിക്കളിച്ച് ഈ പോയിന്റിലെത്തി. ഓക്കെ, വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ മാർക്കറ്റ് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഈ പോയിന്റിലെത്തി. ഇനിയാണ് ചോദ്യം, ഇവിടുന്ന് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ? ഇതാണ്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. മനസ്സിലായോ? ഇവിടുന്ന് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ? ഈ ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ. അപ്പം നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഈ ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ കീനായിട്ട് വാച്ച് ചെയ്യുക. ഡെയിലി പ്രൈസ് ആക്ഷൻ, ഡെയിലി ബേസിസിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ, ഈ ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വീക്ഷിക്കേണ്ട കാര്യം. മനസ്സിലായോ? ഈ ലൈൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ, നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലോടുകൂടെ ഇതിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് റാലി കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ, നമുക്ക് ഇവനെ ഒന്ന് വലുതാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര വരച്ചിട്ടേക്കുവാണല്ലോ. നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ആ ലൈനിൽ എത്തിയില്ല, ചെറുതായിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഈ ലൈൻ്റെ മുകളിൽ പോകണം. ഈ വരച്ച ഈ ലൈൻ്റെ മുകളിൽ പോയെങ്കിൽ, മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ഫർദർ മൂവ്, ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഓൾ ടൈം ഹൈ ഒക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. 26,300 ആ പോയിന്റിലാണ് ഓൾ ടൈം ഹൈ. നമുക്കതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം ചുമ്മാ. ഇതാണ് ഓൾ ടൈം ഹൈ അല്ലേ? 26,285, 300 ആ റേഞ്ചിലും കണ്ടാണ് ഓൾ ടൈം ഹൈ. പിന്നെ നമുക്കിനി അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. ഡേ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ ഉള്ളത് ഇവിടുത്തെ ഈ പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. ഈ ഹൈ തന്നെ നോക്കാം. ഓക്കെ, 25,114. അപ്പോൾ നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കിട്ടണം. ഓക്കെ, ഇൻട്രാഡേ ബേസിസിലാണെങ്കിലും ഡെയിലി ബേസിസിലാണെങ്കിലും ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ തന്നെ ഈ റെസിസ്റ്റൻസ്, ഈ ട്രെൻഡ് ലൈന് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. നാളെ തിങ്കളാഴ്ച ഈ ലൈൻ ബ്രേക്ക് ചെയ്യണം. 25,114. ഓക്കെ, 25,114 നമ്മുടെ റെസിസ്റ്റൻസ്. 25,114 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഒരു അപ്സൈഡിനുള്ള ചാൻസ് ഉണ്ട്. അതിന് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് വീക്കിലി ബേസിസിൽ നമുക്കുള്ളൊരു സമ്മറി. എങ്കിൽ തന്നെ പിന്നെ നമുക്ക് ഒന്നുകൂടി ഇതിനെ വിശകലനം ചെയ്ത് നോക്കാം. ഒന്നുകൂടെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നൊരു സംഭവ വികാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സംഭവ വികാസം. ഓക്കെ, ഒരു സംഭവ വികാസം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, എപ്പോഴൊക്കെ മാർക്കറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴൊക്കെ ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഓക്കെ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, എപ്പോഴൊക്കെ ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, വെരി ഹ്യൂജ് ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഒരു ഹ്യൂജ് ക്യാൻഡിലാണ്. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ ഈ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു നെക്സ്റ്റ് ഡേ. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇവിടെ ഇതുപോലെ നോക്കിക്കേ, ഇവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിൻ്റെ മുകളിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് താഴോട്ട് വന്നു. നല്ലൊരു ഫോള് മാർക്കറ്റ് തന്നു. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഇല്ല. ഇത് നല്ലൊരു ഡൗൺഫോൾ കിട്ടി. മാർക്കറ്റ് ഇവിടുന്ന് പിന്നെയും മുകളിലോട്ട് തിരിച്ച് കയറാൻ ശ്രമിച്ചെങ്കിൽ നടന്നില്ല. തിരിച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. ആ സെല്ലിംഗ് പ്രഷറിൻ്റെ അവിടെ നിന്ന് ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് തിരിച്ച് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് പിന്നെയും മോളിൽ പോയെങ്കിൽ സസ്റ്റെയിൻ ചെയ്തില്ല. വീണ്ടും എന്ത് ചെയ്തു, അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. മാർക്കറ്റ് വീണ്ടും നേരെ താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം മാർക്കറ്റ് റാലി ചെയ്ത് ഏകദേശം 25,500 റേഞ്ചിൽ നിന്ന് 25,500 പോയിൻ്റിൻ്റെ റാലി മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മുകളിലോട്ട് തന്നു. ഓക്കെ, അപ്പോൾ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് അടുത്ത സംഭവിക്കുന്നുള്ള ചോദ്യം. ഈ പാറ്റേൺ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഈ 25,114 ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഒന്നുകൂടെ പറയുന്നു, സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നാളെ ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഒരു പക്ഷെങ്കിൽ മുകളിലോട്ട് പോയതിന് ശേഷം അവിടുന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിലത് ഇരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. പ്രീവിയസ്ലി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ നല്ലൊരു ഒരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രാവശ്യവും സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഞാനീ പറഞ്ഞ 25,114 ക്രോസ് ചെയ്ത് അവിടെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ നമുക്കൊരു മൂവ് ഉണ്ട്. നമുക്ക് എങ്ങോട്ടാണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം FIAസും DIAസും രണ്ടുപേരും ബൈ സൈഡായിരുന്നു. FIAസും മാർക്കറ്റ് ഡേറ്റയോടെ നമുക്ക് നോക്കാം. FIAസും DIAസും രണ്ടുപേരും പോസിറ്റീവായിരുന്നു. ഓക്കെ, രണ്ടുപേരും FIAs 1000 കോടിക്ക് വാങ്ങിച്ചുള്ളൂ, 1000 കോടിക്ക് മേടിച്ചു. DIAs ഏകദേശം 9,342 കോടിക്ക് അവരും വാങ്ങിച്ചു. അപ്പം അതുകൊണ്ടാണ് മാർക്കറ്റ് നല്ല ശക്തമായിട്ട് രണ്ടുപേരും പൈസയിലാണ് മാർക്കറ്റ് പോയത്. പക്ഷെങ്കിൽ FIAs ഇൻഡെക്സ് ഓപ്ഷനിൽ 88% ഷോർട്ട് പൊസിഷനായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം വെറും 4% ഷോർട്ട് അവർ കുറച്ചത്. ഇപ്പോഴും സ്റ്റിൽ 84% ഷോർട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചിന്തിക്കണം പറഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. വരും ദിവസങ്ങളിൽ ഈ ഷോർട്ട് പൊസിഷൻസ് കുറയുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ,
ഇപ്പോൾ 88 എന്നുള്ളത് 84 ഇനിയിപ്പോൾ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാനാണോ നമുക്ക് അറിയത്തില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ കീനായിട്ട് വാച്ച് ചെയ്യുക. ഈ ഷോർട്ട് പൊസിഷൻസ് കുറയുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. അതിനോട് അനുബന്ധിച്ച് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 2 കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. അല്ല ഷോർട്ട് പൊസിഷൻസ് പിന്നെയും കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങൾ താണ്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ഒറ്റ RBIയുടെ ഒറ്റ ഡേറ്റ കൊണ്ട് മാത്രം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഇങ്ങനെ കുറച്ച് കാശ് മാത്രം മാർക്കറ്റിലോട്ട് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നല്ല രീതിയിൽ ഉൽപ്പാദനങ്ങൾ ഉണ്ടാകണം അല്ലേ? അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ് വെളിയിൽ നിന്ന് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ മേഖലകളും ഉയരങ്ങളിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇപ്പോൾ RBI കുറച്ച് എക്സംഷൻ കൊടുത്തെന്നും പറഞ്ഞ് കുറച്ച് റേറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞ് കുറച്ച് ഫണ്ട് മാർക്കറ്റിലോട്ട് വന്നു, ഉടനെ നാട്ടുകാർക്ക് മുഴുവൻ ലോൺ കൊടുത്തു, അവന്മാർ ഇതെല്ലാം എടുത്ത് അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ എത്രത്തോളം സാമ്പത്തിക ഉത്തേജനം മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വെറും എളിയ ചിന്തയാണ് ഞാനീ പറയുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പം മാർക്കറ്റിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് പുതിയ നിക്ഷേപങ്ങൾ മാർക്കറ്റിലോട്ട് വരണം അല്ലേ? പുതിയ നിക്ഷേപങ്ങൾ വരണം. പുതിയ കമ്പനികളിൽ FIs ഇൻവെസ്റ്റ് ചെയ്യണം. ഫോറിനായാലും ഈ ഡൊമസ്റ്റിക് ആയാലും ആരായാലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരണം. അതിനനുസരിച്ച് കമ്പനികൾ വികസിക്കണം. അങ്ങനെ അവരുടെ പിന്നെ ഈ പ്രൊഡക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ പുതിയ തലങ്ങളിലേക്ക് പോയെങ്കിലേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? നമ്മുടെ എക്കണോമിയിലൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊക്കെ അത് നിലവിൽ മാർക്കറ്റിൽ എന്താ പറയുന്നത്, ഒരു അനിശ്ചിതാവസ്ഥയാണ്. അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞാൽ കാരണം ഇതുവരെയായിട്ടും നമ്മൾ ഈ US ട്രേഡ് ഡീല് മനസ്സിലായി. നമ്മളൊരു കാര്യം ചിന്തിക്കണം. US ട്രേഡ് ഡീൽ ഇതുവരെയായിട്ടും അതിനൊരു പരിസമാപ്തി ഉണ്ടായിട്ടില്ല. മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സംഭവമാണ് ഈ ട്രേഡ് ഡീൽ. ഈ ട്രേഡ് ഡീലിനകത്തിൽ ഏതൊക്കെ ഐറ്റംസ് അല്ലെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ടാക്സ് എക്സംഷൻ, ടാക്സ് കുറച്ചു, നമുക്ക് ഓൾറെഡി ടാക്സ് കൂടില്ല, അപ്പോൾ ഏതിനൊക്കെ ടാക്സ് കുറച്ച് കൊടുത്തു, ഏതിനൊക്കെ നമ്മൾ US അടിമപ്പെട്ടു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മനസ്സിലായി പറഞ്ഞു. അപ്പം നമുക്ക് മാർക്കറ്റിന് ഒരു നല്ല ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ ഒരു നല്ല ക്ലാരിറ്റി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ US ട്രേഡ് ഡീലും കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തായിരിക്കും മാർക്കറ്റ് ഇനിയും ഫർദർ മൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നത് HDFC ബാങ്കിൻ്റെ CEO ആയിട്ട് ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ മാർക്കറ്റ് ഓടി നടക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, ലീലാവതി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെങ്കിൽ അത് എത്രത്തോളം നാളെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും എന്ന് അറിയത്തില്ല. ഇത് മാർക്കറ്റ് ഇത് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ CEOയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു അലിഗേഷൻ കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് ലീലാവതിക്കാർ പറയുന്നു. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും. ഞാൻ തപ്പിയിട്ട് വേറെ കൂടുതൽ വിവരങ്ങളൊന്നും കണ്ടില്ല. ഒരു മണി കൺട്രോളിൽ ചെറിയൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇത് മാർക്കറ്റിനെ നാളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നറിയത്തില്ല. അതുപോലെ തന്നെ ICICI പറ്റിയും ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ ഓടി നടക്കുന്നുണ്ട്. കാരണം പല ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫ്രോഡുലൻ്റ് പരിപാടി ഒരു RM കാണിച്ചു. ഒരു പിന്നെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് മാനേജർ അങ്ങനെ ഒരു തരികിട കാണിച്ചു എന്ന് പറഞ്ഞ് ICICI പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. 100 കോടി രൂപയുടെ കേസേ ഉള്ളൂ. പക്ഷേ 100 കോടി രൂപയുടെ കേസാണെങ്കിലും അതൊരു എന്താ പറയുന്നത്, ഒരു ഫ്രോഡ് പരിപാടിയല്ലേ. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ 2 കേസ് നിലവിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. ഇത് നാളെ മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ICICIയും HDFCയും ഈ ന്യൂസുകൾ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന HDFCയും ICICIയും മാർക്കറ്റ് ലീഡറാണ്. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന 2 സ്റ്റോക്കുകളാണ്. ഇവർക്ക് 2 പേർക്കും നിഫ്റ്റിക്കകത്തിലും ബാങ്ക് നിഫ്റ്റിക്കകത്തിലും നല്ല പോലെ സ്വാധീനമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞ സാധ്യത. അപ്പം നാളെ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മൾ ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം ചെയ്ത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. അതിനുശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ കള്ളമായിരിക്കും. ഓക്കെ, പക്ഷെങ്കിൽ അതിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം
അവിടെ മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, മാർക്കറ്റ് പിന്നെയും ഫർദർ മുകളിലോട്ട് പോവോ അല്ല ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ മോഡിലോട്ടാണോ വരുന്നത് എന്ന് ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ തന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങളും കൂടി വരുവാണ്. കോവിഡ് ഡെത്ത് കൂടി വരുന്നു ഇന്ത്യയിലെന്ന് ഒരു ശ്രുതിയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പം അലമ്പായി തീരുമോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും മാർക്കറ്റ് 25,114 ഒരു പ്രീവിയസ് ഹൈ ഉണ്ട്, റീസെൻ്റ്ലി ഉള്ള ഒരു പ്രീവിയസ് ഹൈ. ഓക്കെ, ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡേ ക്യാൻഡിലിൻ്റെ മോണ്ടയ്ക്ക് ക്ലോസിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും മനസ്സിൽ നമ്മുടെ ഇരിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് വീക്കിലി ബേസിസിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് നമുക്ക് വരാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നടന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വളരെ കുറച്ച് പേരെ ഉള്ളത്, കാരണം ക്യാപിറ്റൽ വേണ്ടതുകൊണ്ട് കുറച്ച് പേരെ ഉള്ളായിരുന്നു, എങ്കിലും നല്ല രീതിയിൽ ആ ക്ലാസ് നടക്കാൻ ഇടവന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, അത് വൈകുന്നേരമാണ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ അപ്ഡേറ്റ് നാളെ തരാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോകാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പോയാൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇത് പോസ്റ്റ് മാർക്കറ്റ് ഒന്നും ചെയ്തില്ല എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് എവിടെയായിരുന്നു, 6-ാം തീയതി അല്ലേ, 6-7 ഓക്കെ, 6-ാം തീയതി അല്ലായിരുന്നു, 6-ാം തീയതി മാർക്കറ്റ് എവിടെയാണ്, ഇത് 6-ാം തീയതി നിഫ്റ്റി തന്നെ അല്ലേ, ഓക്കെ. മാർക്കറ്റ് ഒരു നല്ല അപ്സൈഡ്, ഓക്കെ, ഒരു ആദ്യം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വരുത്തി തീർത്തു അല്ലേ. 6-ാം തീയതി നമുക്ക് നോക്കാം, 6-9-15 ഓക്കെ, നല്ലൊരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു അപ്സൈഡ് നമുക്ക് കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരച്ചിട്ട്, അപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ്. ഈ സംഭവം ഇതാണ് ഒരു പ്രധാനപ്പെട്ട, നമുക്ക് താഴോട്ട് വന്നാൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിനുശേഷം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് 25,114 ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് പോയെങ്കിലേ ഉള്ളൂ നമുക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം പറയാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഇതിന് ശേഷം വരച്ച് കാണിക്കുക, ഇതിന് ശേഷം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് ചിന്തിക്കണം അതിനെപ്പറ്റി. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു ഒരു 15 മിനിറ്റ് നേരം ഈ 25,114 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഈ പറയുന്ന ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, 15 മിനിറ്റ് നേരം ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അല്ലെ ഒരു 5 മിനിറ്റിൻ്റെ ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, അറിയാൻ പറ്റത്തില്ല മാർക്കറ്റ്. ചിലപ്പോൾ പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്ക് കഴിഞ്ഞാൽ എടുത്തവനെല്ലാം പെട്ടുപോകും. അതുകൊണ്ട് വളരെ ഇനിയും മുകളിലോട്ടുള്ള മൊമെൻറ്റ് നമ്മൾ സൂക്ഷിച്ച് വേണം കൈവെക്കാൻ. ഓക്കെ, വളരെ സൂക്ഷിച്ച് വേണം കൈവെക്കാൻ. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അതൊന്ന് കളഞ്ഞിട്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ ഓക്കെ, ഈ ലോ ബ്രേക്ക് 24,962 ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് പറയും താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനകത്തിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഹൈ, ഒരു മിനിറ്റ് പുറകോട്ട് നോക്കിക്കോട്ടെ.
892 ഒരു സാധനം കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വരച്ചിട്ടേക്കാം ഈ ഒരു ഹൈ. കാരണം ഇത് മതി, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഒരു ഹൈ അത്. അതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നാൽ ഏകദേശം ഇതുകൂടെ ഒരു ഇടത്താവളമായിട്ട് നിൽക്കട്ടെ. ഇൻട്രാഡേ അല്ലേ, ഇതൊരു ഇത്ര ഒരു ഇടത്താവളം, ഇത്രയും പോയിന്റിൽ നിൽക്കട്ടെ. ഓക്കെ, ഇതാണ്. ഇതിന് ഫർദർ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതാണ്, ഈ ലോയാണ്. 24,500 വരെ ആയി. അത്രയൊന്നും വരത്തില്ല, വരാൻ സാധ്യത കുറവാണ്. ഒരു ദിവസം കൊണ്ടൊന്നും വരത്തില്ല. എങ്കിലും അത് വരച്ചിട്ടേക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ ലൈനാണ്. ഈ ലൈൻ ഓക്കെ, ഇത്രയാണ് നാളത്തേക്കുള്ള കേസ് കേട്ട്. ഓക്കെ, ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ ഇത് 25,300 ആ റേഞ്ചൊക്കെ വരും. 25,275 ആ റേഞ്ചൊക്കെ വരും ബ്രേക്ക് ചെയ്യണം മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ 25,000 ആണ് മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഹൈ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇത് ചുമ്മാതെ മാർക്ക് ചെയ്യുവാണ്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാനത് കളറൊന്ന് മാറ്റിയേക്കാം. വലിയ കാര്യമൊന്നുമില്ല. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഇതിനകത്ത് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 10, 15, 20, 30 പോയിൻറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്താൽ നമ്മളോട് ഞാൻ ഒരു ട്രേഡ് ഞാൻ പറയുന്നില്ല ഇതിന് മുകളിലോട്ട്, കാരണം വിശ്വാസം പോരാ. ഏത് നിമിഷവും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എപ്പോഴും ഇവിടുന്ന് റിവേഴ്സൽ, ഈ പോയിന്റ് 25,114 ഒരു റിവേഴ്സൽ ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടുന്ന് റിവേഴ്സൽ നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് താഴോട്ട് കിട്ടും. ഇല്ല, ആടിക്കളിച്ച് പതുക്കെ അനങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താലും കൺഫർമേഷൻ ഇല്ല, ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താലും നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ റിജക്ഷൻ ക്യാൻഡിൽ. ഇപ്പം പലരും എനിക്ക് മെസ്സേജ് അയച്ചു നമ്മുടെ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ. ഓക്കെ, ഞാൻ എൻ്റെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര് ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു 100% വിന്നിങ് പ്രോബബിലിറ്റി ഇല്ല. ഓക്കെ, 70% വരെ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. 30% എപ്പോഴും അതിൽ പിന്നെ ലോസ് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതൽ. നമുക്ക് പറഞ്ഞില്ല, മാർക്കറ്റിൽ ഒരിക്കലും 100% വിന്നിങ് സ്ട്രാറ്റജി ഇല്ല. അതങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ട്രാറ്റജി പഠിച്ചിട്ട് ആൾക്കാരെല്ലാം കോടീശ്വരന്മാരാകുമായിരുന്നില്ല, ഒരിക്കലുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ് സൈഡ് കൂടെ നമ്മൾ ചിന്തിച്ച് മാത്രമേ ഒരു ട്രേഡിന് ഇറങ്ങി പുറപ്പെടാവൂ. അപ്പോൾ അത് അങ്ങനെ നെഗറ്റീവായിട്ട് പോയാൽ, നമുക്കെതിരെ മാർക്കറ്റ് പോയാൽ എവിടെ ഇറങ്ങണം എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയോ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി എന്നൊന്നും പറഞ്ഞ് ഉപദേശിച്ച് നിങ്ങളെ പിന്നെ മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പഠിച്ച് ജയിക്കാൻ ശ്രമിക്കുക. അതായത് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നേരം ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തിങ്കളാഴ്ച എനിക്ക് അവധിയാണ്, ഞാൻ കാണും. പറ്റുമെങ്കിൽ നോക്കട്ടെ, ലൈവ് മാർക്കറ്റ് വരാൻ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റ് വരാൻ ശ്രമിക്കാം. എനിവേ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ നിഫ്റ്റിയെ പറ്റി പറയാൻ. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറയാം. ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞാനെല്ലാം കളഞ്ഞു. നമുക്ക് ഡേ ഒന്ന് നോക്കാം. ഡേ നമ്മൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി. പക്ഷേ ഈ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ HDFC ബാങ്കിൽ ഫർദർ ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് HDFC ബാങ്കിൽ. അപ്പം ഇതാണ് ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ബ്രേക്ക് ഔട്ട് മൊമെൻറ്റം നിലനിർത്തുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കി കാണണം. പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ HDFCയുടെയും ICICIയുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. അത് മാർക്കറ്റിനെ സ്വാധീനിക്കുകയോ ഇല്ലയോ നോക്കണം. അങ്ങനെ സ്വാധീനിക്കുകയാണെന്നുണ്ടെങ്കിൽ തഥൈവ മാർക്കറ്റ് നേരെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇനിയല്ല മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുമെങ്കിൽ ഇതാണ് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട്, ഈ സാധനം. ഓക്കെ, ഇതായിരിക്കും ഡേ വൈസിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട്. അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇത്രയും പോയിന്റ് തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലാണ്. നമുക്ക് അളന്ന് നോക്കാം. ഈ പോയിന്റ് വരെ ഏകദേശം
2000 പോയിൻ്റ് കൂടെ ഒക്കെ മുകളിലോട്ട് പോകാനുള്ള 1869 നമുക്കത് നോക്കാം. ഇത്രയും സാധനം തന്നെ ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനതൊന്ന് വരച്ചിട്ടേക്കാം. പോയാൽ ഓക്കെ, ഇത്രയും സാധ്യത പോകാനുള്ള സാധ്യത. ഇത്രയും ഇവിടുന്നാണ് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്നാണ് മുകളിലോട്ട് കയറിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫർദർ മൂവ് 2000 പോയിൻറ്റ് ഇപ്പോൾ എത്രയാണ് 578 നിൽക്കുന്നത്. ഒരു 1500-1900 പോയിൻ്റ് കൂടെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ ബാക്കി നമുക്ക് ഫർദർ നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അതും അവിടെ നിർത്താം. നമുക്ക് ഇൻട്രാഡേ നോക്കാം. അപ്പം ഇവിടെ മേക്ക് ഓർ ബ്രേക്ക്, ഇതിപ്പം എല്ലാം സസ്റ്റെയിൻ ചെയ്യുന്നില്ല, തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. പിന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് തദൈവ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ വേണ്ടിയത് അവിടെ വലിയ നല്ല സൂപ്പർ ഒരു സപ്പോർട്ടുണ്ട് കൂടെ. ഇതൊരു മേജർ സപ്പോർട്ടാണിത്. ഓക്കെ, ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് വന്നാൽ 51,878 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻട്രാഡേ ബേസിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻട്രാഡേ ബേസിസിൽ ഇത് ബ്രേക്ക് ചെയ്യണം. വേറെ ഒത്തിരിച്ചൊന്നും പറയാനില്ല. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ ഫർദർ മൂവ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തിരിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഇത് ഇത്രയേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. മേളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല. ഇതിനകത്താണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫർദർ മൂവ് ഇങ്ങോട്ട്. ഇവിടെ ഈ ഒരു സപ്പോർട്ടോടെ ഇവിടെ വരച്ചേക്കും. ഒരു സപ്പോർട്ടോടെ ചുമ്മാ അവിടെ കിടന്നോട്ടെ, നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഇതിനെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് കയറ്റിയേക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 56,131, 55,579. ഇടത്താവളം വേണം. ഇടത്താവളം വേണ്ട, ഇടത്താവളം ഇല്ല. ഇത്ര തന്നെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് വരച്ച് നോക്കുക. അടുത്ത് നമ്മുടെ മിഡ് ക്യാപ്പിനെ പറ്റി നോക്കാം. മിഡ് ക്യാപ്പ് ഒരു കഥയില്ലാത്ത സാധനം മുകളിലോട്ട് പോകണ്ടോ, കൊടിമരം പോലെ പോവാണ്. ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നല്ലൊരു സൂപ്പർ ബുള്ളിഷ് സെറ്റപ്പിലാണ് ഇപ്പം നിലവിൽ നമ്മുടെ മിഡ് ക്യാപ്പ് ആശാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു സംഭവം കാണാം. എന്ത് കാണുന്നു അർജുന, നീ എന്ത് കാണുന്നു? ഇവിടെ എന്ത് നിങ്ങൾ കാണുന്നു? ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട് ഇല്ലേ? ഈ പോയിന്റിലെത്തി വീണ്ടും താഴോട്ട് വന്ന് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ എവിടെയാണ്? ഇവിടെ വരെ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ വരെ വന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡേ ക്യാൻഡിലാണ്, ഡേ വൈസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു സാധ്യത മാത്രം, ഒരു പാറ്റേൺ ഞാനിവിടെ കണ്ടുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വീണ്ടും താഴോട്ട് വന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകേണ്ട സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക, റെസിസ്റ്റൻസ് ഇവിടെ കിടപ്പുണ്ട് സാധനം. ഓക്കെ, കാര്യം കണ്ടല്ലോ. ഡേ ക്യാൻഡിലാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇതിനെ വിട്ടേരെ, ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഇതിനകത്തിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലിരിക്കുക ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് സപ്പോർട്ട് റേഷൻസ് നോക്കാം. അപ്പം മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ട് ഓൾ ടൈം ഹൈ 13,416 ഓൾ ടൈം ഹൈ. ഓക്കെ, വീണ്ടും അവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുമോ ഇല്ലെന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് മാർക്ക് ചെയ്യട്ടെ. മിഡ് ക്യാപ്പിൽ ഒത്തിരി പേര് ട്രേഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ, അടുത്ത ഇപ്പോൾ ഒരു നല്ല റെസിസ്റ്റൻസിലാണ് ഇപ്പം നിൽക്കുന്ന സാധനം. ഇപ്പം നല്ല ഇതൊരു റെസിസ്റ്റൻസ് ഇല്ലേ? ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഇൻട്രാഡേ കൂടാണ്. ഇതിങ്ങനെ ഈ രണ്ട് റെസിസ്റ്റൻസേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വന്നാൽ ഇതൊരു റെസിസ്റ്റൻസാണ്, ഇതൊരു റെസിസ്റ്റൻസാണ്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ്, ഇതൊരു മേജർ റെസിസ്റ്റൻസാണ്. ഈ പോയിന്റ്. ഓക്കെ, മേജർ റെസിസ്റ്റൻസാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക്. പിന്നെ ഡെയിലി ബേസിസിൽ ഇതിനെപ്പറ്റി പറയാൻ, ഇത് 416 പൊട്ടുക, 416 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം ഫർദർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, എത്രത്തോളം മുകളിലോട്ട് പോകും നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഇത് എല്ലാം ഗ്രീൻ ക്യാൻഡിൽ അല്ലേ, ഇതൊരു ബ്ലൂ ആക്കി വെക്കാം.
പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. റെഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രാഡേയിലൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇൻട്രാഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ ഞാനിപ്പോൾ മുമ്പ് വരച്ചത് കറക്റ്റ് ചെയ്തേക്കാം. ഇൻട്രാഡേ വരുമ്പോൾ വേണ്ട, അതവിടെ നിന്നോട്ടെ. ഇത് ഞാൻ ഡെയിലി ബേസിൽ വരച്ചതാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു സപ്പോർട്ട്, ഇതൊരു സപ്പോർട്ട്. ഓക്കെ, പിന്നെ പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഇതൊരു സപ്പോർട്ടാണ്. ഇത്രയൊക്കെ ഉള്ളൂ, 12,890. ഇത്രയേ ഉള്ളൂ, ഇത്രയും മാത്രം മതി. ഇത് ഞാൻ കൂടെ പറഞ്ഞു, ഈ ഒരു വരം വരച്ചിട്ട് ഇത്രയും മാത്രം വരച്ചാൽ മതി. ഇത് ഹൈ പ്രീമിയം ആണ്, ആലോചിക്കണം ട്രേഡ് എടുക്കുന്നവർ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. മിഡ് ക്യാപ്പിനെ പറ്റി നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പറയാനുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് 13,230 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റാലി നമുക്ക് 416 വരെയൊക്കെ കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കുക, വിജയിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും വീക്കിലി അനാലിസിസ് നിങ്ങൾ ശരിക്കും കണ്ട് നിങ്ങളുടെ ചാർട്ട്, നിങ്ങളുടെ ചാർട്ടിനകത്തിൽ, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിനകത്തിൽ നിങ്ങൾ വരച്ചിട്ടിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓടിച്ച് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.